ഹലോ. അപ്പം നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ്, ഒരു സാധനമാണ് നമ്മളുടെ ഉപ്പ്. ഉപ്പ് നമ്മൾ കറികളിൽ മാത്രമല്ല, ഉപ്പ് നമ്മളുടെ ക്ലീനിങ്ങിലും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളുടെ ടിപ്സ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള ആദ്യത്തെ ടിപ്പ് നമ്മുടെ അടുക്കളയിലെ ഈ സ്ക്രബ്ബറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വീട്ടമ്മയുടെ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ സമയം കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ് ഈ സ്ക്രബ്ബർ. പക്ഷേ ഇത് ഒരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും ചിലപ്പോൾ വഴുപ്പും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നന്നായി ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗറും ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ നമുക്ക് ആ സ്ക്രബ്ബർ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, അതാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ സ്ക്രബ്ബറിനെ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടോ മെഴുക്കൊക്കെ പൊന്തി വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നല്ലോണം നമ്മൾ എല്ലാ പാത്രങ്ങളും മെഴുക്കുള്ളതും ഒക്കെ നമ്മൾ കഴുകണതല്ലേ. അപ്പോൾ അതിലുള്ള അണുക്കളും ഒക്കെയും നമ്മൾ ഈ ഉപ്പും പിന്നെ നമ്മുടെ വിനീഗറും ആവുമ്പോൾ ഒക്കെയും നശിച്ചു പോവും. പിന്നെ അതേപോലെ ആ വഴുപ്പും പിന്നെ ആ സ്മെല്ലും ഒക്കെ പോവും. ഇനി നമുക്കൊരു നല്ല സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുറിയുടെ ഒരു നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ സ്ക്രബ്ബറിന് ഒരു നല്ല മണം കൂടി കിട്ടും. ഇത് കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ മതി. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് രാവിലെ ഒന്നും ടൈമില്ല വെച്ചാൽ രാത്രി ഇങ്ങനെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ സുഖമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എന്നിട്ട് നല്ല നോർമൽ വാട്ടറിൽ നമുക്കിതൊന്ന് കഴുകിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വഴുപ്പും മണം ഒക്കെ പോയി നല്ല ഫ്രഷായിട്ട് നമുക്ക് ആ സ്ക്രബ്ബർ കിട്ടും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മളെ ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നുറുക്കിയിട്ടുള്ള കയ്പ്പയ്ക്ക. ഈ കയ്പ്പയ്ക്ക് നല്ല കയ്പ്പാണല്ലേ. അപ്പോൾ നമ്മൾ ആ കയ്പ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ക്ലീനിങ് അല്ല കേട്ടോ. പക്ഷേ ക്ലീനിങ്ങിലും പെടും. നമ്മൾക്ക് ഇതിൽ വല്ല ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഈ ഉപ്പിൽ കടന്നിട്ട് പോകും. പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഇതിൻ്റെ കയ്പ്പ് നന്നായി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ വല്ല വിഷമൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഉപ്പ് നമ്മൾ ഉപ്പിലും മഞ്ഞപ്പൊടിയിലും മുക്കി വെക്കണം എന്നാണല്ലോ ഇപ്പോൾ പച്ചക്കറിയൊക്കെ പറയുന്നത്. അപ്പം നമുക്കിതിങ്ങനെ വെക്കാം അടച്ചിട്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുവെച്ചാൽ നമുക്ക് ഈ കയ്പ്പയ്ക്കയിലെ കയ്പ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് നന്നായി വാഷ് ചെയ്തെടുക്കാം. അപ്പം ഇതിലുള്ള അഴുക്കും പോവും, ഈ കയ്പ്പും പോകും. ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ. സാധാ നമ്മുടെ നോർമൽ വാട്ടറിൽ തന്നെയാണ് നമ്മൾ കഴുകണത്. ഒരു 2-3-4 പ്രാവശ്യം കഴുകി നമുക്ക് ഉപ്പേരി വയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു ഓട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ കളയാം. അല്ലെങ്കിൽ നേരിട്ടിട്ട് നമുക്കത് വാർന്നിട്ട് ഉപ്പേരിയിലേക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ നമ്മുടെ പച്ചക്കറിയാണ് കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ വാങ്ങുമ്പോൾ പച്ചക്കറി ഇങ്ങനെ കഴുകാനിടുമ്പോൾ അതിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, അതായത് ഈ പച്ചക്കറിയൊക്കെ വരുന്നത് അത്രയ്ക്കും വിഷം അടിച്ചിട്ടും പിന്നെ നമ്മളുടെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നമുക്ക് പച്ചക്കറി കൈ കിട്ടണത്. അപ്പോൾ അതിന് ധാരാളം അഴുക്കുണ്ടാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോ ഒക്കെ നമ്മുടെ കല്ലുപ്പിട്ടിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും. വേണമെങ്കിൽ കുറച്ച് വിനീഗറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ഫ്രഷ്നെസ് ആയി കിട്ടും കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ചായക്കപ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കട്ടൻ ചായയൊക്കെ പാൽ ചായ ആയാലും കുടിച്ചു കഴിഞ്ഞിട്ടുവെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു
കറ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കറ പോകാനുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ടു. ഇനി അതിലേക്ക് നമ്മൾ വിമ്മ്, അതായത് ഡിഷ് വാഷാണ് കേട്ടോ ഒഴിക്കണത്. അതും കുറച്ച് ഡിഷ് വാഷ്. പിന്നെ നമ്മുടെ സോഡാപ്പൊടിയാണ് കേട്ടോ, അതും ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്. അതും കൂടി ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ നമുക്കിതിങ്ങനെ വെക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ കുപ്പിയൊക്കെ കഴുകണ ആ ഒരു സംഭവമല്ലേ, ഒരു ബ്രഷ്, ഈ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട്, ഇതിങ്ങനെ ഒരു കോണിലാണല്ലോ കറ പിടിച്ചിറക്കുന്നത്, അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പോയി കിട്ടും. കണ്ടോ, നമ്മുടെ ആ കറയൊക്കെ പോയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വെള്ള കളർ പുതിയതുപോലെ ആയില്ലേ. അപ്പം ഇനി അടുത്തത് ഇതൊരു അയിലയാണ് കേട്ടോ, 1 കിലോ അയില വാങ്ങിയതാണ്. അപ്പോൾ അയിലയൊക്കെ നമുക്ക് നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടാലും അതിൽ കുറച്ച് ചെളുക്കയും അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ വഴുപ്പ് പോലെയൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പം നമ്മൾ അത് വെറും വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ അത് പോവില്ല. അപ്പം നമ്മൾ അതിന് കുറച്ച് ഉപ്പിട്ട് നന്നായി ഉരയ്ക്കല്ല, നന്നായിട്ട് അതിലിട്ടിട്ട് തിരുമ്പി കഴിഞ്ഞാൽ തന്നെ അതിലെ ചെളുക്കിയും ഒക്കെ പോയി നല്ല സുന്ദരന്മാരായ മീനായി നമുക്ക് കിട്ടും. കണ്ടോ, ആ വഴുപ്പൊക്കെ പോയി നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ കേട്ടോ അടുത്ത ടിപ്പ്. നമ്മുടെ മിക്സിയുടെ ജാർ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്ലേഡിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് പോയിരിക്കും. പിന്നെ നമ്മളുടെ മൂർച്ചയൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ആ മൂർച്ച കുറഞ്ഞു വരുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നമ്മൾ മിക്സിയൊക്കെ വാങ്ങിക്കണ കാലത്ത് നമുക്ക് അവിടെ നിന്ന് അവർ പറഞ്ഞു തരണം കേട്ടോ, മൂർച്ച ഇടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കല്ലുപ്പിട്ടിട്ട് അതിലിട്ട് പൊടിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മളിത് പൊടിച്ചിട്ട് പിന്നെ നമ്മളിത് കൂട്ടാനിലേക്കൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. എന്താ വെച്ചാൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് ഈ ഉപ്പിൽ പിടിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ആ ബ്ലേഡിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ ഇതിങ്ങനെ അടിക്കുമ്പോൾ പോരും. എന്നിട്ട് അത് കൂട്ടാനിലിടണ്ട. നമുക്കിത് അപ്പോൾ വെറുതെ കളയണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും യൂസ്, ഇപ്പോൾ ക്ലീനിങ്ങിന് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ടതല്ലേ, അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യണത്, നമ്മുടെ സിങ്കൊക്കെ കഴുകാറായിരിക്കണു. അപ്പോൾ സിങ്ക് നമ്മൾ സാധാരണ ഉരയ്ക്കുന്നല്ലാണ്ട് ആ ഉള്ളിലത്തെ ആ ഒരു ഇതൊന്നും എടുത്തിട്ട് നമ്മൾ കഴുകൽ കുറവാണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഉപ്പിനെ തന്നെ ഞാൻ ഈ പാത്രത്തിലെടുത്താണ് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടാം. കുറച്ച് അതിലേക്കും ചുറ്റോറൊക്കെ കൊട്ടി എല്ലോടെ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കാം. പക്ഷെ ഉപ്പ് മാത്രം അടിച്ച് ക്ലീൻ ആവില്ല, അതിൻ്റെ കൂടെ നമുക്ക് അപ്പസോഡയാണ്, ബേക്കിംഗ് സോഡ എന്ന് പറയില്ലേ, ബേക്കിംഗ് സോഡയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ട്, നമ്മൾ സാധാരണ പാത്രം കഴുകുന്നത് എടുത്തിട്ട് ഇങ്ങനെയൊന്നും കഴുകരുത്. നമ്മൾ പഴയത് നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് മാറ്റി വെച്ച സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്കിങ്ങനെ വെള്ളമൊന്നും ആക്കാണ്ട് ഒന്നിടണം. അങ്ങനെ കുറച്ച് നേരം അവിടെ വെക്കണം. അതിന് ശേഷം നമുക്ക് നന്നായി ഉരച്ച് കഴുകണം. അപ്പം ഞാനിത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഇങ്ങനെ ഉരയ്ക്കണത്. അപ്പം നന്നായിട്ട് ആ ഒരു മൂടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആ ഒരു കറയൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. നല്ല പുതിയതുപോലെ തന്നെ ആവും. ഇതൊരു നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെ കേട്ടോ. ഈ സ്റ്റീലിൻ്റെ സിങ്ക് കഴുകാൻ നമ്മൾ കുറേ സോപ്പ് ഇട്ടിട്ട് ഉരയ്ക്കൊന്നും വേണ്ട, ഈ ഉപ്പും സോഡാപ്പൊടിയും മാത്രം മതി. എന്നിട്ട് കഴുകുമ്പോൾ കണ്ടോ ചളിയും അഴുക്കൊക്കെ പോരണം. എങ്ങനെയായാലും നമ്മൾ ഡെയിലി കഴുകിയാലും നമ്മളുടെ സിങ്കിൽ ഒരു കറ പിടിക്കും. അപ്പം ആ കറയൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മൂടി എങ്ങനെ ഉണ്ടായിരുന്നതാ നോക്കി നോക്കൂ, നല്ല പുതിയതുപോലെയായി.
ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ക്ലീനിങ് ടിപ്പല്ല കേട്ടോ, പക്ഷെ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ബാത്റൂമിലൊക്കെ എന്താണ് ഇങ്ങനെ നമ്മൾ എയർ ഫ്രഷ്നറൊക്കെ വെക്കില്ലേ, അപ്പം അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ഉപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ ഡപ്പകൾ ഞാനിത് പൊട്ട് വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അതേപോലെ പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഇങ്ങനെ ജീരക മിഠായി പോലെ കിട്ടണതൊക്കെ അങ്ങനത്തെ ഡപ്പകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഡപ്പ എടുത്തിട്ട് അതിന് നമുക്ക് കുറേ ഹോൾസ് ഉണ്ടാക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹോൾസ്. എൻ്റെ കയ്യിൽ മൊബൈൽ ഇരിക്കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ ഹോൾ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാച്ചിട്ടാണ്. അപ്പം ഈ 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഒട്ടി പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഈ മൂടിമ നിറയെ ഇടണം. അപ്പം ഞാനിതൊന്ന് ഇടട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നിറയെ ഹോൾസ് ഇട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ കേട്ടോ, ഒരു സ്പൂണ് ഉപ്പിടാം. ഇനി അടുത്തത് നമ്മൾ അതിലേക്ക് ഇടുന്നത് ഗ്രാമ്പു ആണ് കേട്ടോ. ഒരു 4 ഗ്രാമ്പു ഇടാം. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ പോവാനും ഒക്കെ നല്ലതാണ് ഈ ഉപ്പും ഗ്രാമ്പും. പിന്നെ നമ്മൾ ചേർക്കുന്നത് കംഫർട്ടാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും കംഫർട്ട് യൂസ് ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ആ കംഫർട്ട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ ഏതെങ്കിലും ഒരു മൂലക്കിൽ വെള്ളമൊന്നും ആവാത്ത സ്ഥലത്ത് നമുക്ക് കയറ്റി വെക്കാം. അപ്പോൾ ബാത്റൂമിന് നമ്മൾ മറ്റേ എയർ ഫ്രഷ്നറിൻ്റെ പാക്കറ്റൊക്കെ വെക്കുന്നതിന് പകരം ഇത് ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുത്താൽ മതി. നല്ല മണം നമുക്ക് ആ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ കേട്ടോ, അതിൽ നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ ലൈസോളോ എന്തെങ്കിലും നമ്മൾ ഒഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഡെറ്റോളാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു സ്പൂണ് കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ച് ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നിലത്തുണ്ടാവണത് പോയി കിട്ടും കേട്ടോ. പിന്നെ നല്ല ക്ലീനും ആവും. ഉപ്പ് തോനെ ചേർക്കാൻ പാടില്ല, ഒരു സ്പൂണ് മാത്രം മതി. അപ്പം നമ്മളുടെ നിലമൊക്കെ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കൊണ്ടുപോകണ ബോട്ടിലില്ലേ, വാട്ടർ ബോട്ടിൽ, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണം വരൽ തുടങ്ങും. നമ്മൾ ഡെയിലി വെറുതെ വാഷ് ചെയ്യാറുണ്ട്, അതേപോലെ ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യും. എന്നാലും അതെ ഇവർ വായ വെച്ചിട്ടൊക്കെ കുടിച്ച് ഫുഡൊക്കെ അതിൽ പോയി ചാടിയിട്ട് വരുമ്പോൾ അതിനൊരു മണം വരും. അപ്പോൾ ആ മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഈ വിനീഗറും പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുലുക്കി കഴുകാം. അപ്പോൾ അതിലത്തെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഒന്നും കൂടി കുലുക്കി കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ ഒരു മണം ആ കുപ്പിയുടെ ഉള്ളിൽ കിട്ടും. നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇടയ്ക്ക് തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരലില്ലേ, അതായത് ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ നമ്മൾ തുറന്ന് വെക്കുക, അങ്ങനെയൊക്കെ പരമാവധി തുറന്ന് വെക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അഥവാ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാറ്റിൻ്റെയും മണമൊക്കെ കൂടി ഒരു ബാഡ് സ്മെല്ലായിട്ട് മാറലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിലൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഉപ്പ് ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ എന്തിലേലും വെച്ച് ഈ പിഴിഞ്ഞിട്ടുള്ള നാരങ്ങയോ അല്ലെങ്കിൽ നമ്മളുടെ നാരങ്ങേൻ്റെ തൊലിയോ എന്തെങ്കിലും ഇതിലിങ്ങനെ ഇടാം, നാരങ്ങേൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൻ്റെ ഒരു കോർണറിൽ, പാത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു കോർണറിലേക്ക് ആക്കിയിട്ട് നീക്കി വയ്ക്കാം. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് വരിക, ഈ നാരങ്ങയുടെ മണവും. പിന്നെ ആ ഉപ്പ് ആ ബാഡ് സ്മെല്ലിനെയൊക്കെ മാറ്റിയിട്ട് തരും ചെയ്യും. അപ്പം ഇതും ഒരു നല്ല ടിപ്പാണ് കേട്ടോ. ഈ ടിപ്പ് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിടാറുണ്ട്, മുട്ടയുടെ തൊണ്ട് വേഗം പൊട്ടിപ്പോരാനും പിന്നെ മുട്ട വെള്ളത്തിൽ ഈ തിളയ്ക്കുമ്പോൾ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടണത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡ് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ വെറുതെ ഒന്ന് കഴുകുന്നല്ലാണ്ട് വിശദമായിട്ട് കഴുകലൊക്കെ കുറവ് തന്നെയാണ്. വെറുതെ നമ്മളൊന്ന് ഉരച്ച് കഴുകും, പിന്നെ അത് ഉണങ്ങുമ്പോൾ ആ കറകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പ് കുറച്ചിട്ടിട്ട് നമുക്കൊരു നാരങ്ങേൻ്റെ പകുതി മുറി എടുത്തിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് വെക്കാൻ കേട്ടോ.
അപ്പോൾ ഇതിൽ ഈ കറയൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. നന്നായി തേച്ച് എല്ലായിടും ആവണം. ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ക്ലീനായി കിടക്കും കേട്ടോ. ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്നും കൂടി ഞാൻ ഉരയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ കറകളൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കണ്ടോ നല്ല ആ കറകളൊക്കെ പോയി കിട്ടി. എന്തുപോലെ കറ ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡാണ് കഴുകിയിട്ടുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡും കൂടി കഴുകണം. ഹെൽത്ത് വൈസ് നോക്കിയാലും നമ്മൾ ഗാർഗിൾ ചെയ്യാൻ നീർക്കെട്ടിന് ഒക്കെ നമ്മൾ കല്ലുപ്പിട്ട വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ടിപ്സ് ആയിട്ടും പെഡിക്യൂർ മാനിക്യൂർ ഇതിനൊക്കെ നമ്മൾ കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഉപ്പിൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.